ഇത് വെറുമൊരു കഥ മാത്രമല്ല. ഭക്തിയോടെ അവസാനം വരെ കേൾക്കൂ. മനസ്സിൽ സമാധാനത്തിന്റെ അത്ഭുതം കാണാം. ഒരു ചെറിയ ഗ്രാമത്തിൽ വിനയ് എന്നൊരു യുവാവ് ജീവിച്ചിരുന്നു. ഒരിക്കൽ അവൻ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആളായിരുന്നു. പക്ഷേ ജീവിതം എല്ലായ്പ്പോഴും ഒരേപോലെ തുടരുന്നില്ലല്ലോ. കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ അവന്റെ ജീവിതം മാറി. ജോലി നഷ്ടപ്പെട്ടു. അവൻ വിശ്വസിച്ച ചില സുഹൃത്തുക്കൾ അവനെ വിട്ടുപോയി. വീട്ടിലെ ആളുകൾ പോലും അവന്റെ വേദന ശരിയായി മനസ്സിലാക്കിയില്ല. ദിവസങ്ങൾ കടന്നുപോയതോടെ അവന്റെ മനസ്സ് കൂടുതൽ തളർന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോലും ഇന്നെന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ചോദ്യമാണ് അവന്റെ മനസ്സിലുയർന്നത്. ഒരിക്കൽ വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്ന ആ മനുഷ്യൻ ഇപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ ഭയപ്പെടുന്ന നിലയിലായി. ഒരു ദിവസം വൈകുന്നേരം അവൻ ഒറ്റയ്ക്ക് ഗ്രാമത്തിന് പുറത്തേക്ക് നടന്നു. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരുന്നു. ആകാശം മങ്ങിത്തുടങ്ങി. അവന്റെ മനസ്സിലും അതേ ഇരുട്ട്. കുറച്ചു ദൂരം നടന്നപ്പോൾ അവനൊരു പഴയ ശിവക്ഷേത്രം കണ്ടു. ആ ക്ഷേത്രം വർഷങ്ങളായി അവിടെ നിലകൊണ്ടിരുന്നു. കാറ്റിൽ അല്പം മണിയൊലി കേൾക്കുന്നതുപോലെ തോന്നി. വിനയ് അകത്ത് കയറി ശിവലിംഗത്തിന്റെ മുന്നിലിരുന്നു. അവന്റെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. അവൻ പതുക്കെ പറഞ്ഞു, ഭഗവാനെ, ഞാൻ വളരെ തളർന്നിരിക്കുന്നു. എനിക്കിനി എന്തു ചെയ്യണമെന്നറിയുന്നില്ല. എന്റെ ജീവിതം എന്തുകൊണ്ടിങ്ങനെ ആയിപ്പോയി? ആ നിമിഷം ക്ഷേത്രം മുഴുവനും നിശ്ശബ്ദമായിരുന്നു. പക്ഷേ കുറച്ചു സമയത്തിനു ശേഷം അവന്റെ മനസ്സിനുള്ളിൽ ഒരു ശാന്തമായ ശബ്ദമുയർന്നു. അത് വളരെ സാന്ത്വനമുള്ള ശബ്ദം. മകനെ, ഇരുട്ടിനെ ഭയപ്പെടേണ്ട. വിനയ് അത്ഭുതപ്പെട്ടു. ചുറ്റുമാരുമില്ല. പക്ഷെ ആ ശബ്ദം വീണ്ടും പറഞ്ഞു, ഓരോ രാത്രിക്കും ശേഷം പ്രഭാതം വരും. ജീവിതത്തിലും അതുതന്നെയാണ്. ഇപ്പോൾ നീ കാണുന്നത് ഇരുട്ടാണ്. പക്ഷെ അതിന്റെ അർത്ഥം നിന്റെ ജീവിതം അവസാനിച്ചു എന്നല്ല. പലപ്പോഴും മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത് അവൻ ഏറ്റവും തളർന്നിരിക്കുന്ന സമയത്താണ്. വിനയ് ആ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടു. നീ ഇപ്പോൾ തകർന്നുപോയി എന്ന് നിനക്ക് തോന്നുന്നു. പക്ഷേ സത്യമെന്താണെന്നറിയാമോ? ആ ശബ്ദം ചോദിച്ചു. മനുഷ്യൻ തകർന്നുപോകുന്ന സമയത്താണ് അവന്റെ ഉള്ളിലെ യഥാർത്ഥ ശക്തി ഉണരുന്നത്. ആ വാക്കുകൾ വിനയുടെ ഹൃദയത്തിൽ ഒരു ചെറിയ വെളിച്ചം പോലെ തെളിഞ്ഞു. ഏറെ നാളുകൾക്ക് ശേഷം അവന്റെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷ ജനിച്ചു. ആ രാത്രി അവൻ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ ആകാശത്തിൽ ചന്ദ്രൻ തെളിഞ്ഞിരുന്നു. അവൻ മനസ്സിലൊരു തീരുമാനമെടുത്തു. ഇനി ഞാൻ എത്ര തളർന്നാലും വീണ്ടും എഴുന്നേൽക്കും. അടുത്ത ദിവസങ്ങളിൽ വിനയ് വീണ്ടും തന്റെ ജീവിതം പുനരാരംഭിക്കാൻ ശ്രമിച്ചു. പക്ഷേ യഥാർത്ഥ പോരാട്ടം പുറത്തല്ല, അവന്റെ മനസ്സിനുള്ളിലായിരുന്നു. ചിലപ്പോൾ അവൻ എന്തെങ്കിലും തുടങ്ങാൻ ശ്രമിച്ചാൽ അവന്റെ ഉള്ളിലൊരു ശബ്ദം പറയും, നിനക്ക് കഴിയില്ല, നീ മുമ്പും തോറ്റതാണ്. ആ ചിന്തകൾ അവനെ വീണ്ടും പിന്നിലേക്ക് വലിച്ചു. പല രാത്രികളും അവൻ ഉറങ്ങാതെ കിടന്നു. എന്റെ ജീവിതം എന്തുകൊണ്ടിങ്ങനെയായി എന്ന ചോദ്യമാണ് അവനെ അലട്ടിയത്. ഒരു ദിവസം വീണ്ടും അവൻ ആ ശിവക്ഷേത്രത്തിലേക്ക് പോയി. ശിവലിംഗത്തിന്റെ മുന്നിലിരുന്ന് അവൻ കണ്ണുകൾ അടച്ചു. ഭഗവാനെ, ഞാൻ ശ്രമിക്കുന്നു, പക്ഷേ എന്റെ മനസ്സു തന്നെ എന്നെ തോൽപ്പിക്കുന്നു. അപ്പോൾ വീണ്ടും ആ ശാന്തമായ ശബ്ദം അവന്റെ ഉള്ളിൽ ഉയർന്നു. മകനെ, മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, അതവന്റെ സ്വന്തം മനസ്സാണ്. വിനയ് ആ വാക്കുകൾ കേട്ട് മിണ്ടാതിരുന്നു. പക്ഷേ അതേ മനസ്സ് നിന്റെ ഏറ്റവും വലിയ സുഹൃത്തുമാകാം, ശിവന്റെ ശബ്ദം പറഞ്ഞു. നിന്റെ മനസ്സ് ഒരു കുതിര പോലെയാണ്. അത് നിയന്ത്രിക്കാതെ വിട്ടാൽ അത് നിന്നെ അപകടത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷേ നീ അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ അത് നിന്നെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകും. വിനയ് ആ വാക്കുകൾ ആഴത്തിൽ ചിന്തിച്ചു. അവൻ മനസ്സിലാക്കി, തന്റെ ജീവിതത്തിൽ സംഭവിച്ച പല പരാജയങ്ങളും പുറം സാഹചര്യങ്ങൾ കൊണ്ടല്ല, തന്റെ മനസ്സിലെ ഭയം കൊണ്ടാണ്. ഓർക്കൂ, ശിവൻ പറഞ്ഞു, ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം മറ്റുള്ളവരോടല്ല, അത് സ്വന്തം മനസ്സിനോടാണ്. ആ ദിവസം വിനയ് ഒരു പുതിയ തീരുമാനമെടുത്തു. ഇനി മുതൽ തന്റെ മനസ്സ് അവനെ നിയന്ത്രിക്കില്ല, അവൻ തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കും. മാസങ്ങൾ കടന്നുപോയി. വിനയ് ചെറിയ ചെറിയ ശ്രമങ്ങൾ തുടങ്ങി. ചിലത് വിജയിച്ചു, ചിലത് പരാജയപ്പെട്ടു. പക്ഷേ ഒരു ദിവസം അവൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വലിയ അവസരം നഷ്ടപ്പെട്ടു. ആ ദിവസം അവൻ വീണ്ടും തളർന്നു. എന്തുകൊണ്ടെന്റെ ജീവിതത്തിലെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നു? അവൻ വീണ്ടും ചോദിച്ചു. വൈകുന്നേരം അവൻ വീണ്ടും ശിവക്ഷേത്രത്തിലേക്ക് പോയി. അവൻ ശിവലിംഗത്തിന്റെ മുന്നിലിരുന്നു. ഭഗവാനെ, ഞാൻ വീണ്ടും തോറ്റു. കുറച്ചു നിമിഷങ്ങൾ നിശബ്ദം. ശേഷം ശിവന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. മകനെ, പരാജയം ജീവിതത്തിന്റെ അവസാനമല്ല,
അത് വിജയത്തിലേക്കുള്ള ആദ്യ പാഠമാണ്. വിനയ് ശ്രദ്ധിച്ചു കേട്ടു. നദി സമുദ്രത്തിലേക്കെത്താൻ പല പാറകളും തടസ്സങ്ങളും കടക്കണം. പക്ഷെ അതൊരിക്കലും നിർത്തുന്നില്ല, ശിവൻ പറഞ്ഞു. നീ ഇപ്പോൾ നിർത്തിയാൽ മാത്രമേ നീ തോൽക്കൂ. പക്ഷേ നീ മുന്നോട്ടു പോയാൽ ഓരോ പരാജയവും നിന്നെ കൂടുതൽ ശക്തനാക്കും. ആ വാക്കുകൾ വിനയുടെ ഹൃദയത്തിൽ ശക്തി നിറച്ചു. അവൻ മനസ്സിലാക്കി, പരാജയം ഭയപ്പെടേണ്ട ഒന്നല്ല, അത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞു. വിനയ് തന്റെ ജീവിതം മാറ്റി. അവൻ തന്റെ ഭയങ്ങളെ നേരിടാൻ പഠിച്ചു. അവൻ വീണ്ടും സ്വയം വിശ്വസിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൻ വീണ്ടും ആ പഴയ ശിവക്ഷേത്രത്തിലേക്ക് പോയി. ആ ക്ഷേത്രം ഇപ്പോഴും അതേപോലെ ശാന്തമായിരുന്നു. അവൻ ശിവലിംഗത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണീർ നിറഞ്ഞിരുന്നു. ഭഗവാനേ, നിങ്ങളെന്റെ ജീവിതം മാറ്റി, അവൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും ആ ശബ്ദം അവന്റെ ഉള്ളിലുയർന്നു. മകനേ, ഞാൻ നിന്നെ വഴി കാണിച്ചു മാത്രം, ശിവൻ പറഞ്ഞു. നിന്റെ ജീവിതം മാറ്റിയത് നീ തന്നെയാണ്. വിനയ് മിണ്ടാതെ നിന്നു. ഓർക്കൂ, ശിവൻ പറഞ്ഞു, മനുഷ്യന്റെ ഉള്ളിൽ അത്ഭുതകരമായ ശക്തിയുണ്ട്. പക്ഷെ പലരും അത് തിരിച്ചറിയുന്നില്ല. നീ നിന്റെ ശക്തി തിരിച്ചറിഞ്ഞ ദിവസം നിന്റെ ജീവിതം മാറും. ആ ദിവസം വിനയ് ഒരു വലിയ സത്യം മനസ്സിലാക്കി. ജീവിതം നമ്മെ പരീക്ഷിക്കും. ചിലപ്പോൾ അത് നമ്മെ തകർക്കാൻ ശ്രമിക്കും. പക്ഷേ നമ്മൾ വീണ്ടും എഴുന്നേൽക്കാൻ തീരുമാനിച്ചാൽ ഒരു ദിവസം വിജയം നമ്മുടെ വാതിൽ തട്ടും.